Hello friends, welcome to SAT, Centers Tuition Center Madathambadi and Puthambaligara. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Kerala SSLC Maths New Syllabus from 2016, Chapter 1, Arithmetic Sequences, Samandara Srenigal, Part 3. Please visit Part 1 to 2 before watching this video. ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. Question number 1. A sequence can be formed by assessing motion mathematically. A body is at the rest at a certain height when it falls freely. Its velocity increases by 9.8 meters per second at every second. Two equations connecting velocity, time taken, and distance traveled are given below. Form a sequence using these equations. V is equal to 9.8 t, S is equal to 4.9 t square, where V is the velocity, t is the time taken, and S is the distance traveled. എന്താ പറയുന്നത്? A sequence can be formed by assessing motion mathematically. നമുക്ക് ചലനത്തെ ഗണിതപരമായിട്ട് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഒരു സീക്വൻസ്, ഒരു ശ്രേണി രൂപീകരിക്കാൻ സാധിക്കും. A body is at rest at a certain height. Imagine in a certain height, പ്രത്യേക ഉയരത്തിൽ ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. ക്ലിയർ ആണോ? എം മാസമുള്ള ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. വെൻ ഇറ്റ് ഫാൾസ് ഫ്രീലി, അത് താഴേക്ക് വീഴുന്നു. ഓക്കെ ഓക്കെ വെൻ ഇറ്റ് ഫാൾസ് ഫ്രീലി ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ്. തീർച്ചയായിട്ടും അതിൻ്റെ വെലോസിറ്റി കൂടും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് റെസ്റ്റിലിരുന്ന സമയത്ത് വെലോസിറ്റി എന്തായിരുന്നു? റെസ്റ്റിലിരുന്ന സമയത്ത് വെലോസിറ്റി 0. ക്ലിയർ? 9.8 meter per second at every second. ഈ വെലോസിറ്റി കൂടുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ്. അതായത് റെസ്റ്റിലിരുന്നപ്പോൾ 0 ആയിരുന്നു, പിന്നെ ഒന്നാമത്തെ സെക്കൻഡിൽ വന്നപ്പോൾ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. പിന്നെ അടുത്ത സെക്കൻഡ്, അതായത് രണ്ടാമത്തെ സെക്കൻഡിൽ വന്നപ്പോൾ അത് വീണ്ടും ഇതിനോട് 9.8 വീണ്ടും എന്താണ് നേരത്തെയുള്ള 9.8 പ്ലസ് പിന്നെന്താണ് വീണ്ടും 9.8 കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ 9.8 മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ടു ഇക്വേഷൻസ്, നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. കണക്ടിങ് ദ വെലോസിറ്റി, ടൈം ടേക്കൻ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആർ ഗീവൺ ബിലോ. അപ്പോൾ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, വേഗതയുടെ ആൻഡ് ഡിസ്റ്റൻസ് ദൂരത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വി എന്ന് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി വേഗതയാണ്, പ്രവേഗം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, ആൻഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂരമാണ്, സഞ്ചരിച്ച ദൂരം. ക്ലിയർ? ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കണം? ഒരു ശ്രേണി ഉണ്ടാക്കണം, ഒരു സീക്വൻസ് ഉണ്ടാക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? V is equal to 9.8 t, S is equal to 4.9 t square, where V is the velocity, t is the time taken, S is the distance traveled. V 9.8 t. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് S is equal to 4.9 t square ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. When t is equal to 1, t ഒന്നാമത്തെ സെക്കൻഡിൽ നമ്മളിവിടെ ടിയുടെ സ്ഥലത്ത് 1 കൊടുക്കുക. 9.8 into 1, 9.8. എസിൻ്റെ ഫോർമുലയിൽ ടിയുടെ സ്ഥലത്ത് 1 കൊടുക്കുക. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 4.9 into 1 is equal to 4.9. കിട്ടിയോ? വെൻ ടി is equal to 2, രണ്ടാമത്തെ സെക്കൻഡിൽ ഈ ഇക്വേഷനിൽ ടിയുടെ സ്ഥലത്ത് 2 എന്ന് കൊടുക്കുക. അപ്പോൾ 9.8 into 2, 19.6. അതുപോലെ ഈ ഇക്വേഷനിൽ ടിയുടെ സ്ഥലത്ത് 2 എന്ന് കൊടുക്കുക. 2 സ്ക്വയർ 4 ആവും. 4 into 4.9 is equal to 19.6. കിട്ടിയോ? ഇത് എത്രയാവും? This is equal to 4. 4 into 4.9 is equal to 90.6. Clear? Similarly, when t is equal to 3, ടിയുടെ സ്ഥലത്ത് 3 കൊടുക്കാം. അപ്പോൾ 9.8 into 3, 29.4. അതിൽ എസിൻ്റെ സ്ഥലത്ത് ടിയുടെ സ്ഥലത്ത് നമ്മൾ 3 കൊടുത്താൽ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. This is 9. Okay, 9 into 4.9 is equal to 44.1. When t is equal to 4, ടിയുടെ വില 4 കൊടുക്കുകയാണെങ്കിൽ നാലാമത്തെ സെക്കൻഡിൽ ഇതേപോലെ തന്നെ ചെയ്യുക, ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്താണ്? സീക്വൻസ് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് സീക്വൻസ്? ഫസ്റ്റ് സീക്വൻസ് ഇതാണ്.
എന്താണ് 9.8, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 19.6, അത് കഴിഞ്ഞിട്ട് 29.4, അത് കഴിഞ്ഞ് 39.2. ഇവിടെയെല്ലാം 9.8 വെച്ച കൂടിപ്പോണ്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അടുത്ത സീക്വൻസ് ഡിസ്റ്റൻസിൻ്റെ സീക്വൻസ് ആണ്. ഇതാണ് 4.9, 90.6, 44.1, then 78.4. Clear? Question number 2. Form a sequence of numbers that leaves a remainder 1 when divided by 10. Which is the first term of the sequence just above 100? Form a sequence of numbers that leaves a remainder 1 when divided by 10. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടുന്ന സംഖ്യകൾ. 10 ആണ് നമ്മൾ ഹരിക്കേണ്ടത്. ശിഷ്ടം എത്ര വരണം? 1. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ വെച്ച് നമ്മൾ രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ എത്ര കിട്ടി? 11. അപ്പോൾ ഒരു സംഖ്യ 11 ആണ്. അതായത് 11 പറഞ്ഞ സംഖ്യയെ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1 വരും. അപ്പോൾ ഒരു സംഖ്യ എന്താണ്? 11. അടുത്ത സംഖ്യ കണ്ടുപിടിക്കാം. ഒരു 10 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ്? 21. അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. ഒരു 10 കൂട്ടിയാൽ മതി. എത്രയാണ്? 31. അങ്ങനെ പോകും. അതായത് 11 + 10 21 + 10 31. ഈ പറഞ്ഞ സംഖ്യകളൊക്കെ നിങ്ങൾ 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. ഇനി ഇവിടെ നോക്കി, നിങ്ങൾ 31നേക്കാളും 10 കുറവാണ് അതിൻ്റെ മുന്നിലത്തെ സംഖ്യ 21 അല്ലേ? അതിനേക്കാളും 10 കുറവാണ് അതിൻ്റെ മുന്നിലത്തെ സംഖ്യ 11. അതേപോലെ 11നേക്കാളും 10 കുറഞ്ഞാൽ 1. കണ്ടോ? അപ്പോൾ സ്റ്റാർട്ടിങ് 1 ആണ്. അപ്പോൾ നമ്മൾ ശ്രേണി 1 മുതൽ വരും. 1, 11, 21, 31. The first number which gives remainder 1 when divided by 10 is 1. So the sequence is 1, 11, 21, 31. ഒന്നുകൂടി പറയാം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണം. അപ്പോൾ 10 + 1, അതായത് 11. ഓക്കെ, അതിനോട് 10 കൂട്ടുമ്പോൾ എത്രയാണ്? 21. വീണ്ടും 10 കൂട്ടും 31. വെറുതെ 10 കൂട്ടിപ്പോയാൽ മതി നിങ്ങൾ. അതുപോലെ അതിന് 10 കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്പറും കിട്ടും. ഇതാണ് സീക്വൻസ്. പിന്നെ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദി സീക്വൻസ് ജസ്റ്റ് അബവ് 100? 100ന് ശേഷമുള്ള സംഖ്യ ഏതായിരിക്കും? വെരി സിമ്പിൾ അല്ലേ? 100നെ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു 1 ശിഷ്ടം വരണമെങ്കിൽ അത് എന്തായിരിക്കും? 100 not 1. Clear? Okay. So the answer is 1 not 1. Question number 3. Pictures of squares formed by using matchsticks are given below. ഇത് തീപ്പെട്ടി കമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ചതുരങ്ങളാണ്. Write down the series of the numbers of matchsticks required to make 1 square, 2 square, 3 square, etc. shown in the picture. ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര തീപ്പെട്ടി കമ്പുണ്ടെന്ന് കണ്ടുപിടിച്ച് അത് എഴുതാൻ. ഇവിടെ 1, 2, 3, എന്താണ് 4. എത്ര എണ്ണം ഉണ്ട്? 4. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 4, 7, 10, 13. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ? Question number 4. Write down the sequence of natural numbers whose digit in the unit place is either 2 or 5. എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം write down the sequence of natural number whose digit in the unit place is either 2 or 5. ഫോർ എക്സാമ്പിൾ പറയുന്നത് 12 യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. അങ്ങനെയുള്ളത് എഴുതാം. 15 യൂണിറ്റ് പ്ലേസിൽ 5 ആണ്. ഇങ്ങനെ യൂണിറ്റ് പ്ലേസിൽ 2 അല്ലെങ്കിൽ 5 വരുന്ന സംഖ്യകൾ നമ്മൾ എടുത്തെഴുതാനാണ് പറയുന്നത്. ക്ലിയർ? The sequence is 2, 5, 12, 15, 22, 25. വെരി സിമ്പിൾ ആണ്. യൂണിറ്റ് പ്ലേസിൽ 2, 5, 12, 15, 22, 25. ഓക്കെ. Question number 5. Write down the sequence of natural numbers whose digit in the unit place of 2^1, 2^2, 2^3, 2^4. What is the speciality of this sequence? Find the digit in the unit place of 2^50. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ എളുപ്പമാണ്. 2^1 എന്ന് പറയുന്നത് എന്താ? 2 ഒരു പ്രാവശ്യം 2. 2^2 എന്ന് പറഞ്ഞാൽ 2 × 2. എത്രയാണത്? 4. 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 8. 2^4 എന്ന് പറഞ്ഞാൽ
2 into 2 into 2 into 4 എത്രയാണ് 16. ഓക്കെ 6. സോ ഈ 2⁵ നിങ്ങൾ കണ്ടോ 2⁵. 2⁵ ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 32 കിട്ടും. ഓക്കെ 2⁵ ചെയ്ത് നോക്കൂ. 2⁵ ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 64 കിട്ടും. ക്ലിയർ? ഇവിടെ നോക്കിയേ 2⁵1 1 വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് 2. 2⁵2 വന്നപ്പോൾ നമുക്ക് എന്താണ് യൂണിറ്റ് പ്ലേസ് കിട്ടിയത് 4. 2 വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 4. ഇനി 3 2⁵3 വന്നപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് 2⁵3 8. ദിസ് ഈസ് 8. ഓക്കെ അപ്പോൾ 3 വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 8. ഓക്കെ ദെൻ വീണ്ടും 2⁵4 വന്നപ്പോൾ നമുക്ക് 16. 4 വന്നപ്പോൾ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് കിട്ടിയത് എന്താണ് 6. ഓക്കെ ദെൻ വീണ്ടും 2⁵5 32. Again 2. 2⁵6 വരുമ്പോൾ 64. again 4. ക്ലിയർ ആണോ? അപ്പോൾ 2 4 8 6 വീണ്ടും 2 4 8 6 അങ്ങനെ പോകും. The sequence is 2 4 8 6. 2⁵1 2⁵2 2⁵3 നിങ്ങൾ കണ്ടുപിടിക്കുക അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ മാത്രം എടുത്തത് 2 4 8 6 2 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. The peculiarity എന്താണ്? In this sequence the terms are repeated as 2 4 8 6. Find the digit in the unit place of 2⁵50. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2⁵50 2⁵50 വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? അപ്പോൾ നോക്കൂ 2⁵1 വന്നപ്പോൾ എന്താണ് യൂണിറ്റ് പ്ലേസിൽ 2. 2⁵2 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 4. 2⁵3 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 8. 2⁵4 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്താണ് 6. വീണ്ടും 2⁵5 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2. 2⁵6 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 4. 2⁵7 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 8. 2⁵8 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6. 2⁵9 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2. 2⁵0 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 4. അതായത് 2⁵46 ആണ് വരുന്നതായിരിക്കും. അപ്പോൾ 6 വരുമ്പോൾ എന്താണ് 6 വരുമ്പോൾ 4 യൂണിറ്റ് പ്ലേസിൽ 4. 2⁵47 ആണെന്നായിരിക്കും. അപ്പോൾ 7 വരുമ്പോൾ യൂണിറ്റ് പ്ലേസ് എന്താണ് 8. കണ്ടോ? ക്ലിയർ? 2⁵44 ആണെങ്കിൽ ഇവിടെ 4 ആണ്. 4 വരുമ്പോൾ എന്താണ് 6. കണ്ടോ? 48 ആണെങ്കിൽ 6. കണ്ടോ? 8 വരുമ്പോൾ 6. 49 ആണെങ്കിൽ 9 വരുമ്പോൾ എന്താണ് വരാ യൂണിറ്റ് പ്ലേസിൽ 2. therefore 50 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും 4. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 6. A man deposited ₹500 in a bank for the first month. Thereafter he deposited by increasing the amount by ₹100 every month. Write down a sequence of his monthly deposit. Very simple question ആണ്. ഒരാൾ 500 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. എല്ലാ മാസവും പിന്നെ 100 വെച്ച് കൂട്ടി ഇട്ടു. അപ്പോൾ അതിൻ്റെ സീക്വൻസ് ചെയ്താൽ അപ്പോൾ ആദ്യത്തെ മാസം 500, പിന്നത്തെ മാസം ഒരു 100 രൂപ കൂട്ടുക. അപ്പോൾ എത്രയാണ് 600. പിന്നത്തെ മാസം ഒരു 100 രൂപ കൂട്ടുക. ഇപ്പോൾ എത്രയാണ് 700. ക്ലിയർ? അങ്ങനെ ഓക്കെ. ആദ്യത്തെ മാസം 500, പിന്നെ 600, പിന്നെ 700, പിന്നെ 800. ക്ലിയർ ആണോ? Visit Part 4 Number Patterns Textbook Questions. Okay? Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.